കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി ഭരണവിരുദ്ധ വികാരമില്ലെന്ന് മാത്രമല്ല പാലക്കാട് നേടിയ വിജയത്തെ പോലും ആ അർത്ഥത്തിൽ സമ്മതിച്ചു തരാൻ CPM തയ്യാറാവുന്നില്ല. റിജിൽ മാക്കുറ്റി ചേലക്കരയിൽ BJPയുടെ വോട്ട് വർധന പോലും തൃപ്തികരമായി വിശദീകരിക്കാൻ കഴിയാത്ത CPM ഭരണവിരുദ്ധ വികാരമല്ലെന്ന് സ്ഥാപിക്കാൻ ലോക്സഭയിലെ കണക്കുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. റിജിൽ മാക്കുറ്റി, യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരം പ്രകടമായിരുന്നില്ലെങ്കിൽ പാലക്കാടും ചേലക്കരയിലും CPM വോട്ട് വർദ്ധിപ്പിക്കണ്ടേ? റിജിൽ മാക്കുറ്റി. ഡോക്ടർ അരുണേ, ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുതിയ ക്യാപ്സ്യൂളുമായിട്ട് ഇവർ വരികയാണ്. ഞാൻ പറയുന്നത് ചേലക്കരയിലും പാലക്കാടും വയനാട് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു. വയനാട് പ്രിയങ്ക ഗാന്ധിയെ മത്സരിച്ചത് കഴിഞ്ഞ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാളും 4.9% വോട്ട് വർധനയിലേക്ക് ഈ പ്രത്യേകിച്ച് അവിടെ കഴിഞ്ഞ ചർച്ചയിൽ തന്നെ ഞാനും നിങ്ങളും തമ്മിൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു 4 ലക്ഷത്തിലധികം വോട്ടിന് പ്രിയങ്ക ഗാന്ധി ജയിക്കുന്നു. അപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കുറവ് അനുസരിച്ച് താങ്കൾ അതിൻ്റെ കണക്കൊക്കെ ലോജിക്കലായി എന്നോട് ചോദിച്ചിരുന്നു. പക്ഷേ 4 ലക്ഷത്തിന് മുകളിലേക്ക് അവരുടെ വോട്ടിംഗ് ഭൂരിപക്ഷം അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ 2-3 മാസത്തിനുള്ളിൽ ഇത്രയേറെ വോട്ട് വർദ്ധിക്കാൻ കാരണം? ഇപ്പോൾ വയനാടും അതോടൊപ്പം തന്നെ ഈ കേരളത്തിൻ്റെ കൂടെ തന്നെയല്ലേ, അത് പോളണ്ടിലൊന്നും അല്ലല്ലോ. അവിടെയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ ശ്രീമതി ആനി രാജ വിളിച്ച വോട്ട് പോലും പിടിക്കാൻ സാധിക്കാഞ്ഞത്? അപ്പോൾ വയനാടും അതോടൊപ്പം കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഭാഗം വരുന്ന വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇവർക്ക് വോട്ട് കൂടെ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവിടെയും LDF വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയാം എന്താണ്, ഞങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരമില്ല, നിങ്ങൾ നോക്കൂ വാനി രാജയെക്കാളും വോട്ട് ഇപ്പോൾ സത്യം മൊകേരി പിടിച്ചില്ലേ, LDFിൻ്റെ മികവല്ലേ, പറയാൻ പറ്റുമോ? അത് പ്രിയങ്ക ഗാന്ധി ആയതുകൊണ്ടാണോ? അപ്പോൾ അവിടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാളും വോട്ട് LDFിന് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പാലക്കാട് 15,000-ഓളം വോട്ട് പുതിയ വോട്ട് വന്നിട്ടുണ്ട്. അതിന് 7,000 വോട്ട് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. 3,000 വോട്ട് പോലും ഇവർക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ലല്ലോ. ഇവർ കേവലം 800 വോട്ടാണ് പിടിച്ചത്. വോട്ടിംഗ് വർധനവിൽ 800 വോട്ട് വർദ്ധിപ്പിച്ചതുകൊണ്ടാണോ ഇവരെ വർധനവുണ്ടായിട്ടുള്ളത്? അവിടെ BJPയുടെ വലിയ മെജോറിറ്റി വോട്ട് ഞങ്ങൾ താഴ്ത്തിക്കൊണ്ടുവന്നു. BJPയുടെ ഭൂരിപക്ഷം ഞങ്ങൾ കുറച്ചു. ശ്രീധരൻ പിടിച്ചതിനേക്കാളും വലിയ രൂപത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പിനകത്ത് ശ്രീധരൻ 50,220 വോട്ട് പിടിച്ചപ്പോൾ ഇത്തവണ അത് 37,293 ഞങ്ങൾ കുറച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് 18,000-ൽ പരം വോട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടം ജയിച്ചത്. BJPയെ പരാജയപ്പെടുത്താൻ BJPയും CPMും തമ്മിൽ ഉണ്ടാക്കിയ CJP ധാരണയെ തകർത്തുകൊണ്ടാണ് പാലക്കാട് ഞങ്ങൾ ഈ ഉജ്ജ്വല വിജയം നേടിയത്. ഞങ്ങൾക്കെതിരായി ഇല്ലാത്ത പല ഇൻഡാസുകൾ ഇറക്കിക്കൊണ്ടും അവസാനം ഷാഫി പറമ്പിലിനെ വടകരയിൽ പരാജയപ്പെടുത്താൻ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയതുപോലെ അവിടെ പത്രങ്ങൾ നോക്കി, സിറാജ് പത്രത്തിലും മറ്റൊരു സുപ്രഭാതം പത്രത്തിലും പ്രത്യേക പരസ്യം കൊടുത്തിട്ട് പോലും അവിടുത്തെ മതനിരപേക്ഷവാദികളായ ജനങ്ങൾ ഇവരുടെ ഈ പാഷാണം വർക്കിയുടെ പണി അംഗീകരിക്കാതെ കൊണ്ടാണ് ഈ ഉജ്ജ്വല വിജയം നേടിയത്. എന്നിട്ട് എന്താ പറയുക, അവിടെ SDP വോട്ട് വാങ്ങി. SDP അവിടുത്തെ BJPയുടെ വോട്ട് ഇത്രയേറെ കുറച്ച് അവിടെ വലിയ ഭൂരിപക്ഷം നേടിയപ്പോൾ അത് SDP വോട്ടാണെന്ന് പറഞ്ഞ് ആ രൂപത്തിലേക്ക് ഇവർ അതിനെ BJPയുടെ നെറേറ്റീവിനെ ഇവർ പിന്തുണക്കുകയല്ലേ. അപ്പോൾ ഇവർ BJP വോട്ട് കുറഞ്ഞ് ഇവർക്ക് ആ സങ്കടം, ഇവരാ കരച്ചിൽ. AKG സെൻറ്ററിലാണ് ആ കരച്ചിൽ വരുന്നത്. ഞങ്ങൾ ഇവരെ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇത്ര BJP ഇതുപോലെ പരാജയപ്പെടുത്താൻ സാധിച്ചതിനകത്ത് എന്തുകൊണ്ടാണ് ഇവർ ഈ കരച്ചിലുമായി വരുന്നത്? പിന്നെ ചേലക്കരയിലെ വോട്ട് 38,000 ആ വോട്ടിനകത്ത് നിന്ന് 12,000-ലേക്ക് എത്തി എന്നുള്ളതാണ്. അവിടെ സ്വാഭാവികമായിട്ടും രമ്യ ഹരിദാസ് വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. LDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ MLA എന്ന നിലയിൽ അയാൾ അവിടുത്തെ സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. സ്വാഭാവികമായി എന്തുകൊണ്ടാണ് ആ 39,000-ൽ പരം വോട്ട് കിട്ടിയ രാധാകൃഷ്ണൻ്റെ വോട്ടിനകത്ത് ആ രൂപത്തിൽ എത്താൻ സാധിക്കാത്തത്? 22,000-ഓളം വോട്ട് ഞങ്ങൾ കുറച്ചു കൊണ്ടുവന്നില്ലേ? അത് ഈ പ്രത്യേകിച്ച് ചേലക്കര എന്ന് പറയുന്ന മണ്ഡലം, ഇപ്പോൾ പയ്യന്നൂർ കോൺഫറൻസി, കണ്ണൂരിലെ തലശ്ശേരി ഉൾപ്പെടെയുള്ള CPMൻ്റെ കോട്ടയാണ്. അവിടെയൊക്കെ തന്നെ എത്രയോ തരത്തിലുള്ള ട്രെൻഡ് ഉണ്ടായാൽ പോലും അല്ലെങ്കിൽ വലിയ സുനാമി അടിച്ചാൽ പോലും അവിടെയൊന്നും ഇളകാൻ സാധിക്കില്ല. വോട്ടിൻ്റെ പെർസെൻറ്റേജ് കുറയും അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ കുറയ്ക്കുക എന്നല്ലാതെ നമുക്കവിടെ ഭൂരിപക്ഷം നേടാൻ സാധിക്കാത്ത സ്ഥലമാണ്. അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട കോട്ടയാണ് ചേലക്കര. CPMൻ്റെ കരുത്തനായ ശക്തമായ സംഘടനാ സംവിധാനമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഞങ്ങൾ വോട്ട് കുറച്ചിരിക്കുന്നു. അപ്പോൾ അത് ഭരണത്തിൻ്റെ മികവാണ് എന്ന് ഇവരിങ്ങനെ സ്വപ്നം കണ്ട് മുഖ്യമന്ത്രി അതിനകത്ത് ആനന്ദത്തോടുകൂടി അതിനെ അംഗീകരിച്ച് മുമ്പോട്ട് പോയാൽ ജനം ഇവർക്കെതിരാണ് എന്നുള്ളത് വയനാടും പാലക്കാടും ചേലക്കരയും വെച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവർ ആശ്വാസത്തിന് വേണ്ടി പുതിയ ക്യാപ്സ്യൂളിൻ്റെ ഭാഗമായി ഞങ്ങൾക്കൊരു ഭരണവിരുദ്ധത ഇല്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഇവർക്കെതിരാണ് എന്നുള്ളത് കണക്ക് വെച്ച് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ്, എൻ്റെ ചോദ്യം ഇതാണ്, വയനാടിൽ എന്തുകൊണ്ടാണ് ഈ രൂപത്തിലേക്ക് പരാജയത്തിലേക്ക് LDF പോയത്? അവിടെ BJPക്കും വോട്ട് കുറഞ്ഞല്ലോ. സ്വാഭാവികമായി 3 മാസത്തിനുള്ളിൽ എന്തുകൊണ്ടാണ് വോട്ട് കുറഞ്ഞത്? ഈ 2 സർക്കാരുകൾക്കെതിരെ വിലയിരുത്തലല്ലേ എവിടെ നടത്തിയത്? വയനാട്ടിലെ ജനങ്ങളോട് കാണിച്ച ക്രൂരതയല്ലേ അവിടുത്തെ ജനങ്ങൾ അവർക്ക് BJPക്കെതിരായി ഇത്രയേറെ വോട്ട് കുറക്കാൻ സുരേന്ദ്രൻ പിടിച്ച വോട്ട് പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതോടൊപ്പം ആനി രാജ പിടിച്ച വോട്ട് പിടിക്കാൻ